ഈ എക്സാമുകളുടെ കാലമാണല്ലേ, അപ്പോൾ നമുക്ക് എക്സാമിനെ കുറിച്ച് സംസാരിക്കാം. എക്സാമിന് പേടിയുള്ള ആരൊക്കെ ഉള്ളത്? ഓക്കെ, കുറച്ച് ആളുകൾക്കൊക്കെ പേടിയുണ്ട്. പൊതുവേ ഈ എക്സാമുകളുടെ അല്ലെങ്കിൽ പരീക്ഷാകാലത്ത് കുട്ടികൾക്ക് കണ്ടുവരുന്നൊരു വികാരമാണ് എക്സാമിന് ഭയപ്പെടുക അല്ലെങ്കിൽ എക്സാം പേടി എന്നുള്ളത്. പരീക്ഷാ പേടി എന്നൊക്കെ നമ്മൾ പറയും, പണ്ട് കാലത്തെ ഉള്ളൊരു സംഗതിയാണ്. സത്യത്തിൽ എക്സാമിന് നമ്മൾ ഭയപ്പെടേണ്ടതുണ്ടോ? എക്സാമിന് എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? ആളുകൾക്ക് പലതരം പേടികളുണ്ട്. കുട്ടികൾക്ക് ഉണ്ടാകുന്നൊരു പേടിയാണ് ഈ എക്സാം പേടി, പരീക്ഷാ പേടി എന്ന് പറയുന്നത്. സത്യത്തിൽ എക്സാമിന് നമ്മൾ പേടിക്കേണ്ടതുണ്ടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തിനാണ് എക്സാം നമ്മൾ എഴുതുന്നത്? നമ്മുടെ ജീവിതത്തിൽ എക്സാമുകൾ, ധാരാളം എക്സാമുകൾ അറ്റൻഡ് ചെയ്യുന്ന ആളുകളാണ്. പബ്ലിക് എക്സാമുകളുണ്ട്, അല്ലാത്ത എക്സാമുകളൊക്കെ ഉണ്ട്. ഓരോ പരീക്ഷകളും നമ്മൾ ഓരോ അവസരമായി കാണുകയാണെങ്കിൽ നമുക്ക് എക്സാമിനെ കുറിച്ച് പേടിക്കേണ്ടതുണ്ടോ? ഒരിക്കലും പേടിക്കേണ്ടതില്ല. നമ്മൾ എന്താണോ പഠിച്ചത് ആ പഠിച്ച കാര്യങ്ങൾ എഴുതി വെച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയിൽ നിന്ന് ഉയർന്ന പഠനം നേടുന്നതിന് വേണ്ടി, നമ്മൾ യോഗ്യത നേടുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരമായി നമ്മൾ പരീക്ഷയെ കാണുകയാണെങ്കിൽ നമുക്ക് പിന്നെ പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഒരിക്കലും പരീക്ഷയെ പേടിക്കേണ്ട ആവശ്യമില്ല. ഉദാഹരണത്തിന് 10th പഠിക്കുന്ന, SSLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പബ്ലിക് എക്സാം വരുന്ന സമയത്ത് ഈ എക്സാം ഞാൻ എഴുതി കഴിഞ്ഞാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഹയർ സെക്കൻഡറിയിൽ ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് തുടർന്ന് എനിക്കൊരു ജോലി സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിനെ കുറിച്ച് എന്തിനാണ് പേടിക്കുന്നത്? അത് നേടിയെടുക്കാനുള്ള ഒരു അവസരമാണല്ലോ നമുക്ക് എക്സാമിനെ കൊണ്ട് കിട്ടുന്നത്. അതുപോലെ LSS എഴുതുന്ന ചെറിയ കുട്ടികളുണ്ട്, USS എഴുതുന്ന ചെറിയ മക്കളൊക്കെ ഉണ്ട്, അതുപോലെ പല എക്സാമുകൾ എഴുതുന്ന കുട്ടികളുണ്ട്. ഇവരൊക്കെ ഈ എക്സാമിലൂടെ ആ ഒരു അവസരം, LSS എന്നുള്ളൊരു യോഗ്യത, ഒരു ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ USS എന്നുള്ള ഒരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കുമ്പോൾ ആ നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ബോധത്തോടു കൂടി കണ്ടു കഴിഞ്ഞാൽ എക്സാമിനെ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. സധൈര്യം നമുക്ക് എക്സാമിനെ നേരിടാൻ പറ്റും. ആ ഒരു താല്പര്യത്തോടു കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ എക്സാമിൽ നമുക്ക് മികച്ച വിജയം നേടാൻ കഴിയും. പലതരത്തിലുള്ള പേടികൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അല്ലേ? ഓരോരുത്തർക്കും ഓരോ പേടിയാണ്. പാമ്പിനെ പേടിയുള്ള ആരെങ്കിലും ഉണ്ടോ? യെസ്. സിംഹത്തെ പേടിയുള്ള ഉണ്ട്. തീ പേടിയുള്ള കുറച്ച് ആളുകൾ. ഇലക്ട്രിസിറ്റി, കറണ്ടിനൊക്കെ പേടിയുള്ള ആളുകൾ, ഷോക്ക് അടിക്കുമെന്നൊക്കെ പേടിയുള്ള ആളുകൾ, ഇടിമിന്നലിനെ പേടിയുള്ള ആളുകൾ, യെസ്, ധാരാളമുണ്ട്. നമുക്ക് ഓരോ പേടികളില്ലേ? നമുക്ക് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചും പേടിയുണ്ടാവും, അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചും പേടിയുണ്ടാവും. എനിക്ക് തോന്നുന്നു അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പേടി. പ്രേതത്തെയൊക്കെ പേടിയുള്ള ആളുകളുണ്ട്. പ്രേതം എന്താണെന്ന് അറിയില്ല, അതുകൊണ്ട് അറിയാത്തൊരു കാര്യമാണ് പ്രേതത്തെ വല്ലാത്ത പേടി. പാമ്പിന് പേടിയുണ്ടോ ഞാൻ നേരത്തെ ചോദിച്ചു കഴിഞ്ഞു. വാവാ സുരേഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ല? വാവാ സുരേഷ് ഏത് പാമ്പിനെ ഏത് മാളത്തുനിന്നും പിടിച്ചു കൊണ്ടുവരും, എത്ര വലിയ പാമ്പാണെങ്കിലും. അപ്പോൾ അദ്ദേഹത്തിന് എന്താ ഈ പാമ്പിനെ കുറിച്ച് പേടിയില്ലാത്തത്? അദ്ദേഹത്തെ പാമ്പിനെ കുറിച്ച് അറിയുക എന്നുള്ളതാണ്. ഒരു സംഗതിയെക്കുറിച്ച് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് അത്ര വലിയ പേടി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇലക്ട്രിസിറ്റിയിലൊക്കെ തൊടാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മളെ വീട്ടിൽ വരുന്ന പണിക്കാരൊക്കെ നമ്മൾ ആ വയറിലൊക്കെ തൊട്ടിട്ട് എന്ത് ചെയ്യും? അതിൽ ഷോക്ക് ഉണ്ടോ, എത്രത്തോളം പവർ ഉണ്ടോ എന്നൊക്കെ അവർ നോക്കും. നമുക്ക് അങ്ങനെ തൊടാനുള്ള ധൈര്യമില്ല. കാരണം എന്താ? നമുക്ക് അതിലൂടെ എത്ര വോൾട്ടേജാണ് വരുന്നത്, എത്ര കപ്പാസിറ്റി അതിനുണ്ട്, അല്ലെങ്കിൽ എത്രയാണ് അതിൻ്റെ പവറൊന്നും നമുക്കറിയില്ല, ഏതാണ് ന്യൂട്രൽ ഫേസ് ഒന്നും അറിയില്ല. ഇതിനെക്കുറിച്ച് പഠിച്ച ആളുകൾക്ക് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം അവർക്ക് അറിയാം ഇതിൽ എത്രത്തോളം ചാർജ് വരുന്നുണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ ആ വയറിൽ കറണ്ട് ഉണ്ടോ ഇല്ലയെന്നെങ്കിലും മിനിമം അവർക്കറിയാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു അറിയാത്ത വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ പേടിയുണ്ടാവും, അറിയുന്ന വിഷയത്തെക്കുറിച്ചുള്ള പേടി നമുക്ക് കുറച്ച് കുറയും. ഇപ്പോൾ തീയൊക്കെ നമുക്ക്, ഇടിമിന്നലിന് നേരത്തെ വലിയ പേടിയാണെന്ന് നമ്മൾ പറഞ്ഞു. ഇടിമിന്നലിനെ പേടിയുള്ള ആൾ, ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് നമ്മൾ വീടിൻ്റെ പുറത്തൊക്കെ ഓടി പെട്ടെന്ന് വീടിനകത്തേക്ക് കയറും. കാരണം എന്താ? അതിൻ്റെ ആഘാതം എത്രയെന്ന് അറിയില്ല. നേരെ വെച്ചാൽ നമ്മളെ വീട്ടിൽ അടുപ്പത്തൊരു തീ കത്തുകയാണെങ്കിലോ, ആ തീ കത്തുന്ന അതിൻ്റെ അടുത്ത് വരെ നമുക്ക് പോയി നിൽക്കും. കാരണം നമുക്ക് കുറേ കാലങ്ങളായിട്ട് കാണുന്നു, നമുക്ക് പരിചയമുണ്ട്. മാത്രമല്ല ഈ തീയുടെ ഒരു പവർ എത്രത്തോളം ഉണ്ട് നമുക്ക് അറിയാം. അതുകൊണ്ട് നമുക്ക് അത്ര വലിയൊരു ടെൻഷനോ അല്ലെങ്കിൽ ഒരു പേടിയൊന്നും ഉണ്ടാവാറില്ല. ഇടിമിന്നലിന് അങ്ങനെയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി കൂടുതലായിരിക്കും, അറിയുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പേടി കുറവായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പേടി മാറ്റാൻ എന്ത് ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ഇംഗ്ലീഷിന് പേടി, മലയാളത്തെ പേടിയോ, അല്ലെങ്കിൽ സയൻസിലെ അല്ലെങ്കിൽ മാത്സിലൊക്കെ ഇക്വേഷനുകളൊക്കെ പേടി, എക്സാമിന് മൊത്തത്തിൽ പേടിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഇത് പേടി മാറ്റാൻ എന്ത് ചെയ്യുമെന്ന് കൂടി നമ്മൾ അറിയണ്ടേ? അപ്പോൾ പേടി മാറ്റാൻ നമുക്ക് ചെയ്യാനുള്ളത്, ആ പേടിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തിനെക്കുറിച്ചാണോ ടെൻഷനില്ല അതുമായിട്ട് കൂടുതൽ അടുത്ത് അത് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് അറിയുക, അതിനോടൊരു ഫ്രണ്ട്സ് ആവുക എന്നുള്ളതാണ്. വാവാ സുരേഷ് പാമ്പിനെ ഒരു ഫ്രണ്ടായി കണ്ടതുപോലെ നമുക്ക് പേടിയുള്ള വിഷയം ഏതാണോ ആ സബ്ജക്റ്റിനായിട്ട് നമ്മൾ കൂടുതൽ അടുത്ത് നമ്മൾ ഒരു ഫ്രണ്ടായി മാറിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ പേടി മാറ്റി ഈസി ആയിട്ട് എക്സാം ചെയ്യാൻ പറ്റും.
എഴുതാൻ പറ്റും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഏത് മേഖലയിലാണോ, ഏത് വിഷയത്തിലാണോ, ഏത് ഏരിയയിലാണോ നമ്മൾ ബാക്കിലുള്ളത്, ആ ഒരു ഏരിയ നമ്മൾ കൂടുതൽ എടുക്കുക, പഠിക്കാൻ ശ്രമിക്കുക, അതിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആൻസർ ചെയ്യുക, അതുപോലെ അതിലെ ഭാഗങ്ങൾ ഡൗട്ടുള്ള ഭാഗങ്ങൾ ടീച്ചേഴ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. അങ്ങനെ അതുമായിട്ട് അടുത്ത് വളരെ ഹാപ്പി ആയിട്ട് എക്സാമിന് നേരിടുക. അപ്പോൾ ഏത് സബ്ജക്റ്റ് ആയാലും ഏതൊരു വിഷയമായാലും അതിനെ അടുത്ത് മനസ്സിലാക്കി അടുത്തറിഞ്ഞ് ആ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ ഹാപ്പി ആയിട്ട് എക്സാം എഴുതി നല്ല മികച്ച റിസൾട്ട് വാങ്ങുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ വിചാരിച്ച മാർക്ക് അല്ലെങ്കിൽ വിചാരിച്ചതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു സ്കോർ നേടി നമ്മൾ ഈ എക്സാമിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിജയിക്കാനുള്ള ഒരു അവസരമായി മാത്രം കാണുക. വേറെ ഒരാളെയും തോൽപ്പിക്കാനുള്ളതല്ല പരീക്ഷ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആരെയും തോൽപ്പിക്കാനുള്ളതല്ല എക്സാം നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടൂളും, അതുപോലെ തന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഓപ്ഷൻ തരണമല്ലോ, അടുത്തൊരു ഹയർ സ്റ്റഡീസ് തരണം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് തരണം, അത് തരാനുള്ള ഒരു പ്രോസസ്സ്, അതിലേക്കുള്ള ഒരു അവസരം മാത്രമായിട്ട് എക്സാമിനെ കാണാം. ഈ എക്സാം വിജയിക്കും എന്നുള്ള ഞാൻ തീർച്ചയായും വിജയിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തോടു കൂടി പ്ലാനിങ്ങോടുകൂടി പഠിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ പഠിക്കുക, എക്സാമിൻ്റെ സിലബസ് മനസ്സിലാക്കുക, ഏതൊക്കെ വിഷയങ്ങൾ എക്സാമിന് വരും, ഏതൊക്കെ ഭാഗത്തുനിന്ന് വരും, എങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ വർക്കൗട്ട് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട. ഏത് എക്സാം ആയാലും മുൻകാലത്ത് വന്ന ചോദ്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു, അതിന് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു ഫോർമാറ്റ് മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സാമിനെ നമ്മൾ അവസരമായിട്ട് തന്നെ കാണും. ഒരിക്കലും ടെൻഷനോട് കൂടി ഒരിക്കലും അറ്റൻഡ് ചെയ്യാതെ ഞാനൊരു എക്സാം എഴുതണമല്ലോ എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്തയേ ഇല്ലാതെ എനിക്ക് ആ എക്സാം വന്നിട്ട് വേണം എനിക്ക് ആ റിസൾട്ട് ഒന്ന് നേടിയെടുക്കാൻ, അല്ലെങ്കിൽ എക്സാം എത്തിയിട്ട് വേണം എനിക്ക് എന്ത് ചെയ്യാൻ ആ ഒരു സർട്ടിഫിക്കറ്റ് ഒന്ന് വാങ്ങണ്ടേ, അതിന് എക്സാം ഒന്ന് എത്തിക്കിട്ടിയാൽ മതി എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പഠിച്ച് ഒരുങ്ങുക. നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള മൈൻഡ് മാപ്പിംഗ് ആയിട്ടും അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ, ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യുക, അടയാളപ്പെടുത്തുക. അതുപോലെ തന്നെ എന്തൊക്കെയാണോ ചിലതൊക്കെ നമുക്ക് ഓഡിയോ രൂപത്തിൽ പഠിക്കേണ്ടി വരും, ചിലത് വീഡിയോ കണ്ടിട്ട് പഠിക്കേണ്ടി, പല രൂപത്തിലുള്ള പഠനങ്ങളാണ്. ചിലർക്ക് ഓഡിയോ ആയിരിക്കും ചിലർക്ക് ഇഷ്ടം, ചിലർക്ക് വീഡിയോ ആയിട്ട് കാണേണ്ടി വരും, അങ്ങനെ പലർക്കും പല രീതിയിൽ, ചിലർക്ക് ചെയ്ത് തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ രീതിയിൽ പഠിച്ച് നിങ്ങൾ മികച്ച റിസൾട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക, അതിന് ശ്രമിക്കുക, അതിന് ട്രൈ ആയി ഓരോ നിമിഷവും പാഴാക്കാതെ. എന്നാൽ അതിൻ്റെ ഇടയിൽ ചെറിയ ഒരു ബ്രേക്കൊക്കെ എടുക്കുക, പഠനത്തിൻ്റെ ഇടയിൽ ചെറിയൊരു ബ്രേക്കൊക്കെ എടുത്തിട്ട് ഒരു റിലാക്സ്ഡ് മൂഡിൽ പഠിക്കാനുണ്ട്. എപ്പോഴാണോ ഒരു പഠനത്തിൽ നിന്ന് ഒരു വിരക്തി വരുന്ന ഒരു നിങ്ങൾക്ക് മതിയായിട്ടുണ്ട് തോന്നുന്നത്, ആ സമയത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് വീണ്ടും പഠിച്ചു തുടങ്ങുക. അങ്ങനെ മികച്ച റിസൾട്ട് വാങ്ങാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ വരുന്ന എക്സാമുകളിൽ മികച്ച ഒരു വിജയം നേടാൻ കഴിയട്ടെ എന്ന് ഒരിക്കൽ കണ്ട് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.